എന്താണ് നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ സംഭവിക്കുന്നത്? താൻ കാശിക്ക് പോകുകയാണെന്നും ഇനിയുള്ള കാലം അവിടെ ജീവിച്ച് ദൈവത്തിൽ അലിയുമെന്നും കുറിപ്പെഴുതി വെച്ച് കണ്ണൂരിൽ നിന്നും +2 വിദ്യാർത്ഥി വീട് വിട്ടിറങ്ങിയത് ഒരാഴ്ച മുൻപാണ്. ഓൺലൈൻ ഗെയിം കളിക്കുന്നത് പതിവായതോടെ പിതാവ് മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങിയതിൻ്റെ മനോവിഷമത്തിലാണ് അവൻ നാടുവിട്ടത്. കണ്ണൂർ ചൊക്കളി സ്വദേശിയായ +2 വിദ്യാർത്ഥി ശിവസൂര്യ വീട് വിട്ടിറങ്ങി 7 ദിവസമായിട്ടും പോലീസിന് കണ്ടെത്താനായിട്ടില്ല. മാതാപിതാക്കൾ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് വഴക്ക് പറയുകയും തിരുത്തുകയും ചെയ്യുന്നതെന്ന് മക്കൾ മനസ്സിലാക്കണം കേട്ടോ. പിന്നീട് ദുഃഖിച്ചിട്ട് കാര്യമില്ല. +2 വിദ്യാർത്ഥിയായ ശിവസൂര്യ ഓൺലൈൻ ഗെയിം കളിക്കുന്നത് പതിവാവുകയും പണം നഷ്ടപ്പെട്ടു തുടങ്ങുകയും ചെയ്തപ്പോഴാണ് പിതാവ് മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങിയത്. തുടർന്ന് ഈ ദേശത്തിൽ കുട്ടി വീട് വിട്ടുപോവുകയായിരുന്നു. കാശിയിലേക്ക് പോവുകയാണെന്ന കുറിപ്പ് വീട്ടിൽ എഴുതി വെച്ചിരുന്നു. കഴിഞ്ഞ 7 ദിവസമായി വിദ്യാർത്ഥിക്ക് വേണ്ടി പോലീസ് തെരച്ചിൽ തുടരുകയാണ്. ഒടുവിൽ പാലക്കാട്ടുണ്ടെന്ന സൂചനയിൽ പോലീസ് അവിടെ എത്തിയെങ്കിലും കണ്ടെത്താനാകാതെ മടങ്ങി. കൊല്ലത്തും കാസർഗോട്ടും ശിവസൂര്യയെ കണ്ടതായി ഫോൺ കോളുകൾ വന്നിരുന്നു. 2 ഇടങ്ങളിലെ പരിശോധനയിലും വിദ്യാർത്ഥിയെക്കുറിച്ച് സൂചന കിട്ടിയില്ല. കത്തെഴുതി വെച്ചത് കാശിയിലേക്ക് പോകുന്ന ഇനിയുള്ള ജീവിതം അവിടെ ജീവിച്ചു തീർക്കാമെന്നുള്ളതാണ് കത്തെഴുതി വെച്ചത്. പോലീസ് കാര്യക്ഷമമായി അന്വേഷിക്കുന്നുണ്ട്. ഇതുവരെ അതിനെക്കുറിച്ചിട്ടുള്ള യാതൊരുവിധ വിവരവും കിട്ടിയിട്ടില്ല. ശിവസൂര്യയുടെ കുറിപ്പിൽ സൂചിപ്പിച്ചതുപോലെ കാശിയിലേക്ക് പോകാനുള്ള സാധ്യത കണക്കിലെടുത്ത് പരിശോധന അവിടെയും വ്യാപിപ്പിക്കാനാണ് പോലീസിന്റെ ആലോചന. ഇതിനിടെ വിദ്യാർത്ഥിയെ കണ്ടെത്തുന്നതിനായി പ്രത്യേക സംഘത്തെ ചുമതല ഏൽപ്പിക്കണമെന്നാവശ്യപ്പെട്ട് രക്ഷിതാക്കൾ ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 കണ്ണൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.